കുണ്ടും കുഴിയുമായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ തകരാറിലായ ട്രോളിയിൽ മാലിന്യം തള്ളിക്കൊണ്ടുപോകുന്ന വനിതകളുടെ ദുരിത കാഴ്ച കാണാൻ ആരുമില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശുചീകരണ വിഭാഗത്തിലെ സ്ത്രീ തൊഴിലാളികളാണ് കാലങ്ങളായി ഈ ദുരിതം അനുഭവിക്കുന്നത്. ആശുപത്രിക്കുള്ളിലെ വാർഡുകളിൽ നിന്നുള്ള മാലിന്യം ഗൈനക് ഭാഗത്തിന് തെക്ക് ഭാഗത്തുള്ള പ്ലാന്റിലേക്ക് എത്തിക്കുന്നത് 12ഓളം വനിതകളാണ്. വാർഡുകളിൽ നിന്ന് ഏകദേശം 300 മീറ്റർ ദൂരത്താണ് ഈ പ്ലാന്റ്. ഇവിടേക്കുള്ള റോഡാണ് കാലങ്ങളായി കുണ്ടും കുഴിയുമായി തകർന്നു കിടക്കുന്നത്. തകർന്ന റോഡിലൂടെ തകരാറിലായ ട്രോളികളിലും വീൽചെയറുകളിലുമായി മാലിന്യം തള്ളിക്കൊണ്ടുപോകേണ്ടുന്ന ഗതികേടിലാണ് ഈ വനിതകൾ. നിരപ്പായ പ്രതലത്തിലൂടെ മാത്രം ഓടിക്കുന്ന ട്രോളിയിലാണ് ഈ തകർന്ന റോഡിലൂടെ സ്ത്രീകൾ മാലിന്യം തള്ളിക്കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ ആശുപത്രിക്കുള്ളിൽ രോഗികൾക്കായി ഉപയോഗിക്കേണ്ട വീൽചെയറുകളാണ് ഹൗസ് കീപ്പിംഗ് വിഭാഗം ജീവനക്കാർ ഈ വനിതകളുടെ കയ്യിൽ മാലിന്യ ശേഖരണത്തിനായി കൊടുത്തുവിടുന്നത്. ഞങ്ങൾക്ക് ഈ റോഡൊന്ന് ശരിയാക്കി തരാം. എന്ത് കഷ്ടപ്പാടാണെന്ന് അറിയാമോ? ഈ ഇതിലെ കൂടെ ഞങ്ങൾ ഈ വേസ്റ്റ് എടുത്തൊക്കെ ഞങ്ങൾക്ക് നിവർത്തിയില്ലഞ്ഞിട്ടല്ലേ ഇവിടുത്തെ വഴി വരുന്നത്. ഞങ്ങൾ വരുമ്പോൾ ഒന്നെങ്കിൽ ഇവിടുന്ന് ഉള്ള വണ്ടി മുഴുക്ക ഇതുവഴി തന്നെ വരുകയും ചെയ്യും. ഞങ്ങൾ ഈ വേസ്റ്റും വലിച്ച് ഇങ്ങനെ നടക്കുകയും ചെയ്യുന്നു. മാറി 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 ഉരുണ്ടി വീണ് അവിടെ എത്തും. പിറ്റേ ദിവസവും നാളെ വരും. വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പല ട്രോളികളും തകർന്ന നിലയിലാണ്. മാലിന്യ ശേഖരണത്തിന് ഭിന്നശേഷിക്കാരായ അറ്റൻഡർമാരെ വരെ ചിലപ്പോൾ നിയോഗിക്കാറുണ്ട്. ടയറില്ലാത്ത വീൽചെയറുകൾ വരെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കനത്ത മഴയിൽ മഴക്കോട്ട് പോലും ഇല്ലാതെയാണ് ഇവരുടെ ദുരിതയാത്ര. റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ കേട്ട ഭാവം പോലും നടിച്ചിട്ടില്ല. ഗൈനക് വിഭാഗത്തിലേക്കും മോർച്ചറിയിലേക്കും വിവിധ ക്വാർട്ടേഴ്സുകളിലേക്കുമുള്ള ഏക റോഡാണിത്. ആംബുലൻസും ഡോക്ടർമാരുടെയും വിദ്യാർത്ഥികളുടെയും ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നുപോകുന്നത്. എന്നിട്ടും റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇതോടെ ദുരിതമനുഭവിക്കുന്നത് നിത്യവൃത്തിക്കായി കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ഈ വീട്ടമ്മമാരും. അമൃത ന്യൂസ്, ആലപ്പുഴ.